പുറപ്പാട് പുസ്തകം 34 അധ്യായം 30 വാക്യം. പുറപ്പാട് പുസ്തകം 34 അധ്യായം 30 വാക്യം. അഹറോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അഹറോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടു. മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ചെങ്കടൽ കടത്തി 40 സംവത്സരം മരുഭൂമിയിലൂടെയുള്ള യാത്ര. പാലും തേനും ഒഴുകുന്ന വിശാലവും സുന്ദരവുമായ കനാൻ നാടാണ് ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷ. അത് സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പാലും തേനും ഒഴുകുന്ന വിശാലവും സുന്ദരവുമായ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കളെ വഴി നടത്തിയത് സർവശക്തനായ യഹോവയുടെ, സർവശക്തനായ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മോശയാണ്. യഥാർത്ഥത്തിൽ സീനായി മലയുടെ മുകളിലേക്ക് മോശ കയറിപ്പോകുന്ന മഹത്തര സന്ദർഭമാണ് പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലെ വിവരണം. സീനായി മലയുടെ മുകളിൽ നിന്ന് 2 കൽപ്പലകകളിൽ കൽപ്പന സ്വീകരിച്ചിറങ്ങി വരുന്ന മോശ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അഹ്റോനും ഇസ്രായേൽ മക്കളും പറയുന്ന വളരെ മഹത്തരമായ പ്രതികരണമാണ്. മോശയുടെ ത്വക്ക് പ്രകാശിക്കുന്നു. സെറൂഗിലെ മറി യാക്കോബ് ഈ മനോഹരമായ സന്ദർഭത്തെ ഓർത്ത് അതിശ്രേഷ്ഠമായൊരു കവിത എഴുതി. ആ കവിത വെയിൽ ഓഫ് മോസസ്, മോശയുടെ മൂടുപടം എന്ന മഹത്തരമായ കവിതയാണ്. യഥാർത്ഥത്തിൽ 1912 കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നു. കാതോലിക്കേറ്റിന്റെ സ്ഥാപനത്തിന് ശേഷം മലങ്കരയുടെ പ്രഥമ കാതോലിക്കയായി മലങ്കര സഭയുടെ ആഗ്രഹത്തിന് വേണ്ടി മുറിമറ്റത്തിൽ ഈവാനിയോസ് തിരുമേനി ശിരസ് നമിക്കുന്നു. ആ ശിരസ് യഥാർത്ഥത്തിൽ അനവധി കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളെയും നല്ലതുപോലെ ഓർമ്മിച്ചും ബോധ്യപ്പെട്ടുകൊണ്ടുമാണ് മലങ്കരയുടെ 1-ാം കാതോലിക്കയായി പൗലൂസ് പ്രഥമൻ ബാബാ തിരുമേനി ശിരസ് നമിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് ശിരസ് നമിച്ചു എന്ന് പറയുമ്പോൾ സഭാചരിത്രത്തിലെ വളരെ മനോഹരമായ ഒരു സാദൃശ്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ സഭയുടെ ശിരസ് ഉയരുവാൻ 2 പിതാക്കന്മാർ ശിരസ് നമിച്ചു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മലങ്കര സഭയുടെ ചരിത്രത്തിൽ സഭയുടെ ശിരസ് ഉയരുവാൻ, സഭയുടെ കൊമ്പുയരുവാൻ, മലങ്കര സഭയുടെ അഭിമാനത്തിനു വേണ്ടി സത്യത്തിൽ ഒരിക്കലും നമുക്ക് മറക്കുവാൻ സാധിക്കാത്ത 2 പിതാക്കന്മാർ, അവർ പ്രതിസന്ധികളെയും വേദനകളെയും അഭിമുഖീകരിച്ചുകൊണ്ട് പരിണിത ഫലത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടുകൂടി അവർ ശിരസ് നമിച്ചു. അതിൽ ഒന്നാമത്തേത് മാർത്തോമ ഒന്നാമനാണ്. 12 വൈദികരുടെ മുൻപാകെ അദ്ദേഹം മാർത്തോമ ഒന്നാമനായി വാഴിക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പരിണിത ഫലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. എങ്കിലും മലങ്കര നസ്രാണിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മാർത്തോമ ശ്ലീഹായാൽ ലഭിച്ച അപ്പോസ്തോലിക പൈതൃകത്തിന് വേണ്ടി അദ്ദേഹം ശിരസ് നമിച്ചു. പോർട്ടുഗീസുകാർ, പ്രത്യേകിച്ച് റോമാക്കാർ ശക്തമായി അദ്ദേഹത്തെ പരിഹസിച്ചു, ശക്തമായി അദ്ദേഹത്തെ എതിർത്തു. ആ എതിർപ്പുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 1-ാം മാർത്തോമ മലങ്കര സഭയ്ക്ക് വേണ്ടി ശിരസ് നമിച്ചു. സത്യത്തിൽ ആ പിതാവ് മലങ്കര സഭയുടെ ചരിത്രത്തിൽ 1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ത്യാഗം സഹിച്ച വ്യക്തിയാണ്. അതുപോലെ ഈ 20-ാം നൂറ്റാണ്ടിൽ സത്യത്തിൽ രക്തസാക്ഷിത്വത്തിന്, അത് രക്തം ചീന്തി രക്തസാക്ഷിയാകുക എന്നതിനേക്കാൾ ഉപരി കഠിനമായ ത്യാഗത്തിന് മഹാമനസ്കതയോടെ ശിരസ് നമിച്ച വ്യക്തിയാണ് മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് തിരുമേനി. അദ്ദേഹം 1-ാം കാതോലിക്കയായി വളരെയധികം
വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും. സത്യത്തിൽ രോഗിയായിരുന്നു, വൃദ്ധനായിരുന്നു. എന്നിട്ട് പോലും പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസ് തിരുമേനിയുടെയും ആ കാലഘട്ടത്തിലെ മലങ്കര സഭയുടെ നേതൃത്വത്തിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി ശിരസ് നമിച്ചു. സഹോദരങ്ങളെ, ഈ രണ്ട് പിതാക്കന്മാർ, ഒന്നാം മാർത്തോമായും ഒന്നാം കാതോലിക്കായും, അവരെ മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാരണം 1876 മുളന്തുരുത്തി സുന്നഹദോസ്, ആ മുളന്തുരുത്തി സുന്നഹദോസ് കഴിഞ്ഞ് 150 വർഷമായി. അന്ന് മലങ്കര സഭയെ 6 ഭദ്രാസനങ്ങളായി വിഭജിക്കുന്നു. 6 മെത്രാപ്പൊലീത്തന്മാരും 7 ഭദ്രാസനങ്ങളും. ഒരു പരിധി വരെ ചിന്തിച്ചാൽ സഭയുടെ ഭരണക്രമീകരണത്തിന് പരിശുദ്ധനായ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിൽ വളരെ പ്രയോജനങ്ങൾ ചെയ്തു എന്ന് തന്നെ വ്യക്തമായി പറയാം. എന്നാൽ അതേ സമയം തന്നെ മലങ്കര സഭയുടെ സഹസ്രാബ്ദമായി നിലകൊണ്ട മാർത്തോമൻ പൈതൃകം മാറ്റി മുളന്തുരുത്തി സുന്നഹദോസിലൂടെ യഥാർത്ഥത്തിൽ മലങ്കര സഭയെ അന്ത്യോക്യൻ സഭയുടെ ഒരധീനതയിലാക്കുന്ന പ്രവണത അത് ശക്തമായി പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ തുടങ്ങി. അന്ന് വാഴിക്കപ്പെട്ട 6 മെത്രാപ്പൊലീത്തന്മാരും അതുപോലെ തന്നെ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനിയും മലങ്കര മെത്രാപ്പൊലീത്തായും അന്നത്തെ നവീകരണ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത പരിശുദ്ധനായ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ വാക്യത്തിൽ പറഞ്ഞാൽ ഉമ്മിത്തീയിൽ നീറിപ്പുകയുന്ന കഷ്ടപ്പാടിന്റെ സാഹചര്യം. പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയെ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിരാകരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ അതേസമയം ശക്തനായ പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യൂസ് തിരുമേനി മലങ്കര സഭയുടെ സാരഥ്യം അദ്ദേഹം വഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ നസ്രാണി സമൂഹത്തിന്റെ സ്വാതന്ത്ര്യവും മാർത്തോമൻ പൈതൃകവും യഥാർത്ഥത്തിൽ ഒരു ഞാണിന്മേൽ കളിയായിരുന്നു. അതിൽ നിന്നും സഭ മോചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നല്ലതുപോലെ പഠനവിധേയമാക്കണം. 934 മലങ്കര സഭയുടെ ശ്രേഷ്ഠമായ ഭരണഘടന, ആ ഭരണഘടനയും വായിക്കുമ്പോഴും 876 മുളന്തുരുത്തി സുന്നഹദോസിന്റെ സ്വാധീനം യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ 1, 2 ആദ്യത്തെ പ്രഖ്യാപനത്തിൽ തന്നെ ഉണ്ട്. ഓർത്തഡോക്സ് സുറിയാനി സഭയെ കുറിച്ച് വിവരണമുണ്ട്, പൗരസ്ത്യ സുറിയാനി സഭയെ കുറിച്ച് വിവരണമുണ്ട്. 1-ാം ഭാഗത്തിൽ സുറിയാനി സഭയുടെ തലവൻ പാത്രികീസ് ആണെന്ന് പറയുന്നുണ്ട്. 2-ാം ഭാഗത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ തലവൻ കാതോലിക്കാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകിച്ച് 99, 100 2 വിഭാഗങ്ങളിൽ കാതോലിക്ക ബാവയെ കുറിച്ചും 70 മുതൽ 98 വരെയുള്ള ഭാഗങ്ങളിൽ മലങ്കര മെത്രാപ്പൊലീത്തയെ കുറിച്ചും വിവരിക്കുന്നുണ്ട്. എന്നാൽ പ്രഖ്യാപനത്തിൽ മലങ്കര സഭയുടെ തലവൻ, പ്രധാന മേലധ്യക്ഷൻ ഇന്നതാണെന്ന് ഇന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം 876 മുളന്തുരുത്തി സുന്നഹദോസിന്റെ സ്വാധീനം അത്രമാത്രം മലങ്കര സഭയെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഒരു കാതോലിക്ക മലങ്കര സഭയിൽ നിലവിൽ വരേണ്ടതിന്റെ ആവശ്യകത, അതിനെക്കുറിച്ചും അന്വേഷണം നടത്തിയാൽ സന്ദേഹം വളരെ വലുതാണ്. കാതോലിക്കേറ്റിന്റെ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ മൂറോൻ കൂദാശ നിർവഹിക്കുവാനും അതോടൊപ്പം തന്നെ പട്ടത്ത് ശുശ്രൂഷ, മഹാപുരോഹിതന്മാരെ വാഴിക്കുവാനുള്ള അധികാരം കാതോലിക്കറ്റ് സ്ഥാപനത്തിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറയും. എന്നാൽ 1-ാം മാർത്തോമ മുതൽ 8-ാം മാർത്തോമ വരെയും ദിവന്നാസ്യൂസ് പിതാക്കന്മാരുടെ ചരിത്രവും മലങ്കര മെത്രാപ്പൊലീത്തന്മാരുടെ ചരിത്രവും ഒക്കെ പഠിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായി പറയുന്ന ഹൂദോയോ കാനോനിൽ അതിന്റെ 3-ാം ഖണ്ഡികയിൽ മെത്രാപ്പൊലീത്തായിക്ക് മൂറോൻ കൂദാശ നിർവഹിക്കാമെന്നുണ്ട്. 3-ാം മാർത്തോമ മുതലുള്ള പിതാക്കന്മാർ ഇവിടെ മറ്റ് പല മഹാപുരോഹിതന്മാരും ഉണ്ടായിട്ടും അവരുടെ പിൻഗാമികളെ വാഴിച്ചത് മാർത്തോമ മെത്രാന്മാർ തന്നെയാണ്. അപ്പോൾ മഹാപുരോഹിതനെ വാഴിക്കാനും
വിശുദ്ധ മൂറോൻ കൂദാശ നടത്താനും ഒരു കാതോലിക്ക സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ എന്നത് അല്പം മാറി ചിന്തിച്ചാൽ അവിടെയും 876 മുളന്തുരുത്തി സുന്നകദോസിന്റെ സ്വാധീനം, അതിൽ നിന്നാണ് മലങ്കര സഭ രക്ഷപ്പെടേണ്ടത്. സത്യത്തിൽ 2026 മറ്റൊരു മുളന്തുരുത്തി സുന്നകദോസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്പം ധൈര്യം മലങ്കര സഭ കാണിക്കണമെന്നാണ് പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ തിരുമേനിയുടെ 113-ാം ഓർമ്മ ദിനത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു. സഭ രക്ഷപ്പെടണമെങ്കിൽ 1876 എന്തെല്ലാം അവകാശങ്ങൾ സഭ അടിമപ്പെടുത്തിയോ അതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആത്മബോധവും ശക്തിയും മലങ്കര സഭയ്ക്ക് ഉണ്ടാകണം. അത് 2026 2-ാം മുളന്തുരുത്തി സുന്നകദോസിലെങ്കിലും സാധിക്കട്ടെ. ഈ 1-ാം കാതോലിക്ക മുഖപ്രസന്നതയുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി അന്ന് പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യൂസ് തിരുമേനി കണ്ടനാടിന്റെ മെത്രാസിന്റെ ഏരിയ വരുമ്പം അദ്ദേഹത്തോടൊരു പ്രതിസന്ധിക്ക് ഒരുങ്ങത്തില്ല. അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ പറയുന്നു, ഈവാനിയോസ്, മുറിമറ്റത്തിൽ ഈവാനിയോസ് സ്വർഗത്തിലേക്ക് നൂല് കെട്ടിയിട്ടുള്ളവനാണ്, അത് പൊട്ടിക്കാൻ ഞാൻ പ്രാപ്തനല്ല. അത്രമാത്രം എതിർത്തവര് പോലും ആ ജീവിത വിശുദ്ധിയുടെ മുമ്പിൽ നമ്രശിരസ്കരായി. അതുപോലെ തന്നെ 1899 കോലഞ്ചേരി പള്ളിയിലെ കപ്പ്യാര് പ്രശ്നം, സത്യത്തിൽ മലങ്കര സഭയുടെ ഗതികേട് ഓർക്കണം. കടനാട് ഭദ്രാസനത്തിന് ഒരു മെത്രാപ്പോലിത്തായുണ്ട്. എന്നാൽ കോലഞ്ചേരി പള്ളിയിൽ കപ്പ്യാര് വിഷയം ഉണ്ടായപ്പോൾ പാത്രിക്കീസ് ഇടപെട്ടു. അതാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയിൽ പാത്രിക്കീസിന്റെ അധികാരം അത് ദുർവിനിയോഗമായി തീർന്നുവെന്ന് മലങ്കര സഭയിലെ പിതാക്കന്മാർക്ക് ബോധ്യം വന്നത്. ആ വിഷയത്തിൽ ഇവിടെ കൂടിയിരുന്ന, പ്രത്യേകിച്ച് കോലഞ്ചേരി പള്ളിയിൽ അദ്ദേഹത്തെ പരിശുദ്ധനായ മുറിമറ്റത്തിൽ ഈവാനിയോസ് തിരുമേനിയെ എതിർക്കുന്നവർ കുറെ വൈദിക സംഘം തന്നെയാണ്. അവർ അദ്ദേഹത്തിന്റെ മേൽ പരാതി കൊടുത്തത് എന്താണെന്ന് അറിയാവോ? അദ്ദേഹം പള്ളികളിൽ ചെന്ന് പണ്ണാരം കുത്തിപ്പൊളിച്ച് പൈസ മോഷ്ടിക്കുന്നു എന്നാണ് പരാതിപ്പെട്ടത്. ഇന്നും ഒരു മടിയില്ല, യാതൊരു സത്യവുമില്ലാത്തത്, സത്യത്തോട് യാതൊരു ബന്ധവുമില്ലാത്തത്, ഏത് മഹാപുരോഹിതന്റെ മേലും ആക്ഷേപിക്കുവാനും തകർത്ത് കളയത്തക്ക രീതിയിലുള്ള അധിക്ഷേപങ്ങൾ പറയാനും അല്പം എതിർപ്പ് വന്നാൽ ഒരു പുരോഹിത സ്ഥാനിക്ക് മടിയില്ല. അന്നേ തുടങ്ങിയതാണിത്. അന്ന് കപ്പ്യാര് പ്രശ്നത്തിൽ പ്രതിഷേധവുമായി വന്ന എല്ലാ തിന്മകളും ഈവാനിയോസ് തിരുമേനിക്കെതിരെ എഴുതി. അപ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനി ചാവക്കാട്ട് വെച്ച് 1899 അന്ത്യോക്യം പാത്രിക്കീസിന് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് സത്യത്തിൽ ഇന്ന് നമ്മൾ ഓർക്കുന്ന ഈവാനിയോസ് തിരുമേനിയുടെ വിശുദ്ധ ജീവിതത്തിന്റെ മഹനീയ മാതൃകയാണ്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധനായ പരിമല തിരുമേനി പറഞ്ഞു, നന്നായി മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് തിരുമേനിയെ എനിക്കറിയാം. അദ്ദേഹം ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കത്തില്ല. അന്നത്തെ ഒരു ചെറിയ ആളുകളുടെ ഇടയിലെ ഭാഷ, ചട്ടം പ്രമാണിപ്പിക്കാൻ മുറിമറ്റവും മുട്ടിൽമേൽ നിൽക്കുവാൻ ചാതുര്യത്തിയും. 6 മെത്രാസന്മാരെ കുറിച്ചും പല വിശേഷണങ്ങളും ഉണ്ട്. എന്നാൽ ഇടവക ഭരണം അന്ന് നമുക്കറിയാവുന്നതുപോലെ ഭരണഘടന ക്രമീകൃതമല്ലെങ്കിലും പള്ളി പ്രതിപുരുഷ യോഗങ്ങൾ 1809 കണ്ടനാട് പള്ളി പ്രതിപുരുഷ യോഗം മുതൽ മലങ്കര സഭ ക്രമീകൃതമായ ഒരു ഭരണക്രമീകരണത്തിൽ വന്നിരുന്നു. അതനുസരിച്ച് പള്ളികൾ നിലവിൽ നിന്നിരുന്നു. പള്ളികളിലെ ക്രമീകരണങ്ങളും മുൻപോട്ട് പോയിരുന്നു. എന്നാൽ അതിനെതിരെ പലപ്പോഴും പ്രതികരിച്ചതും ഭിന്നത ഉണ്ടാക്കിയതും സത്യത്തിൽ നമ്മുടെ ഓരോ ഇടവകയിലെയും വൈദിക സമൂഹങ്ങൾ തന്നെയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായി സൃഷ്ടിക്കപ്പെട്ടത്. അന്ന് പരിമല തിരുമേനി പറഞ്ഞു, ഒരന്വേഷണം നടത്തിയാൽ ഒരിക്കൽ പോലും ഈവാനിയോസ് തിരുമേനിയുടെ ഭാഗത്ത് നിന്ന് ഒരു തിന്മയുടെ ഭാഗമില്ല. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു വാക്ക്, സ്നേഹമുള്ളവരോടും ബഹുമാനമുള്ളവരോടും ആയുസ് പര്യന്തം ഈവാനിയോസ് തിരുമേനി സ്നേഹത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ വെറുക്കപ്പെടേണ്ടവൻ എത്ര ഉന്നതനാണേലും
ഈവാനിയോസ് മെത്രാച്ചൻ വെറുത്തിരിക്കും. അതാണ് നസ്രാണി പൗരുഷം. ആ നസ്രാണി പൗരുഷമാണ് മലങ്കരയുടെ നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് ഒന്നാം കാതോലിക്കായുടെ ശ്രേഷ്ഠതയുടെ ഏറ്റവും വലിയ ഭാഗം. കണ്ടനാട് ഭദ്രാസനത്തിൽ യഥാർത്ഥത്തിൽ 1836 മറന്നു പോവുകയില്ല, തിരുമേനി ജനിച്ച ദിവസം. കാര്യം അന്നല്ലേ മാവേലിക്കര പടിയോല. 7 വർഷം കഴിഞ്ഞ് അദ്ദേഹം ഷമ്മാസനായി. ഷമ്മാസനാക്കിയത് ചേപ്പാട്ട് ദിവനാസ്യൂസ് തിരുമേനിയാണ്. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം കശീശായി. 41-ാമത്തെ വയസ്സ്, അതാണ് 1877, അദ്ദേഹം കുന്തംകുളത്ത് വെച്ച് ചിറളയം പള്ളിയിൽ വെച്ച് ശമവാൻമാർ ദിവനാസ്യൂസ് തിരുമേനിയോടൊപ്പം മെത്രാപ്പൊലീത്തയായി. 33 വർഷം കണ്ടനാട് ഭദ്രാസനത്തെ ശുശ്രൂഷിച്ചു. കണ്ടനാട് ഭദ്രാസനത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ ഉയർച്ചയ്ക്കും അടിസ്ഥാനമിട്ടത് പൗലൂസ് പ്രഥമൻ ബാവ തിരുമേനിയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മലങ്കര സഭയിൽ മുഴുവനായി ഇന്ന് നമുക്ക് കാണുന്നത്. ഓരോ വൈദികരെ കുറിച്ചും അല്ലെങ്കിൽ ക്രമീകരണത്തിൽ വരുന്ന ആളുകളെ കുറിച്ചും ചിന്തിച്ചാൽ അവർ ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദയറായുടെയോ പള്ളിയുടെയോ അതിൻ്റെ ഭാഗം മാത്രമാണ് വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠത. എന്നാൽ പൗലൂസച്ചൻ അങ്ങനെയല്ലായിരുന്നു. മുറിമറ്റത്തിൽ ഈവാനിയോസ് തിരുമേനി അങ്ങനെയല്ലായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഇത്രയും യാത്രാ സൗകര്യം ഇല്ലാഞ്ഞിട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടും മലങ്കര സമൂഹം മുഴുവൻ നിറഞ്ഞു നിന്നു. അതുകൊണ്ടായിരിക്കാം 6 പേരിൽ ഏറ്റവും ഇളയവൻ എന്ന് വെച്ചാൽ പത്രോസ്തതിയൻ പാത്രികീസ് ബാവ വാഴിച്ച 6 പേരിൽ ഏറ്റവും ഇളയവൻ പരിമല തിരുമേനിയാണ്, കൊച്ചുമത്രാച്ചനാണ്. എന്നാൽ അവസാനം മരിക്കുന്നതും ഈ പൗലൂസ് പ്രഥമൻ ബാവ തിരുമേനിക്ക് കാതോലിക്കായിട്ട് ദീർഘായുസില്ല എന്നൊക്കെ പറയും. ഏകദേശം 8 മാസമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം മഹാപുരോഹിതനായി ആ 6 പേരിൽ ഏറ്റവും കൂടുതൽ കാലം ശുശ്രൂഷ അനുഷ്ഠിച്ചതാണ്. എല്ലാറ്റിലുമുപരി അദ്ദേഹത്തെയാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ മാർത്തോമാശ്ലീഹായുടെ അധികാരത്തിന്റെ അംശവഴി ഈ ചരിത്രത്തിൽ പേറുവാൻ ദൈവം തെരഞ്ഞെടുത്തത് മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് തിരുമേനിയാണ്. സത്യത്തിനു വേണ്ടി നിലകൊണ്ടു. എല്ലാറ്റിലും ഉപരി ഇന്ന് ഇസ്രായേൽ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ, മലങ്കര സഭയാകുന്ന ഇസ്രായേൽ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ തീരത്തേക്ക് അടുക്കുന്നുവെങ്കിൽ ഈ മഹാനായ ദീർഘദർശിയുടെ മോശയുടെ മുഖശോഭയാണ് അതിൻ്റെ അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ നീതിബോധമാണ്, സത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ വിധേയത്വമാണ്, മലങ്കര സഭയോടുള്ള ബോധ്യമാണ്. ഇതിനിടയിൽ കണ്ടനാട് ഭദ്രാസനത്തിലെ പരാതിയുടെ പരിണിത ഫലമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇച്ചിരൂടെ കാര്യമായി പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടനാട് ഭദ്രാസനത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആ പുറത്താക്കലൊന്നും ആരും കാര്യമായി ഗവനിച്ചില്ല. അവിടെയാണ് വട്ടശ്ശേരിയിൽ പരിശുദ്ധനായി ഗീവർഗീസ് മാർ ദിവനാസ്യൂസ് തിരുമേനിയുടെ കൂടെ പട്ടമേറ്റ കുറിലോസ് തിരുമേനി കണ്ടനാട് ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്തായി കുറച്ച് സമയം വരുന്നുണ്ട്. അന്നും തിരുമേനിയെ പുറത്താക്കുന്നതിന്റെ കാരണം എന്താ? തിരുമേനി തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നില്ല, തിരുമേനി സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ തിരുമേനിയെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ആ മാറ്റി നിർത്തപ്പെട്ട ആളാണ് മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്കയായി തീരുന്നത്. എല്ലാറ്റിലും ഉപരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ വിശേഷം തിരുമേനിയിൽ നിഴലിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അന്ത്യോക്യൻ പാത്രീർക്കീസ് പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവ 1875 മലങ്കരയിൽ വന്നു. അബ്ദുള്ള പാത്രീർക്കീസ് ബാവ 1910 വന്നു. പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവയുടെ കൂടെ അബ്ദുള്ള മെത്രാച്ചനായി വരുന്നുണ്ട്. അന്ന് നടന്ന ഒരു സംഭവം ഇന്നത്തെ യൂട്യൂബുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവ വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി. അതാണ് മലങ്കര സഭയിലെ ആദ്യത്തെ മൂറോൻ കൂദാശ. മൂറോൻ കൂദാശ നടത്തിയതിന് ശേഷം അബ്ദുള്ള അദ്ദേഹം ഈ മൂറോനും കൊണ്ട് ഓരോ പള്ളിയിലും പോയി. പള്ളി ചെന്ന് മൂറോൻ കൊടുത്ത്
പണം വാങ്ങിച്ചു. ഇതിനെക്കുറിച്ച് വ്യാപകമായ പരാതി ഉണ്ടായപ്പം മുറിമറ്റത്തിൽ മാൽ ഈവാനിയോസ് തിരുമേനിയോടൊക്കെ ചോദിച്ചാൽ സത്യമറിയാവുന്ന അബ്ദുള്ള പറഞ്ഞു, സത്യത്തിൽ അബ്ദുള്ള പ്രതീക്ഷിച്ചത് ഇവരാരും എതിര് പറയത്തില്ല എന്നാണ്. എന്നാൽ സത്യമായ കാര്യം മുറിമറ്റത്തിലെ ഈവാനിയോസ് തിരുമേനി പറഞ്ഞു, ഇദ്ദേഹം മൂറോം വിറ്റ് കാശുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ അന്ന് കൂടെ വന്നിരുന്ന അബ്ദുള്ളയെ നേരത്തെ പറഞ്ഞുവിടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി. അങ്ങനെ മാറ്റിയ ആളാണ് പിന്നെ പാത്രിക്കീസായി തീരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇദ്ദേഹം പാത്രിക്കീസായിട്ട് മലങ്കരയിൽ വന്നപ്പോൾ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനി വാർദ്ധക്യ സഹജമാണ്. അദ്ദേഹത്തിന് അറിയാം ഈ അബ്ദുള്ള ഇന്ന് അധികാരമുള്ള പാത്രിക്കീസായിട്ടാണ് വരുന്നത്, ഇവർ കൊണ്ടുവരുന്ന പ്രതിസന്ധികൾ രൂക്ഷമായിരിക്കുമെന്നറിയാം. സത്യത്തിൽ പരിശുദ്ധരായ ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസോടൊപ്പം ഈ കൊച്ചുപറമ്പിലെ കൂറുലോസ് തിരുമേനിയും ഒരുമിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മലങ്കര സഭയ്ക്ക് വേണ്ടി നിൽക്കണം, അബ്ദുള്ള പാത്രിക്കീസിന്റെ കുതന്ത്രത്തിന് വഴങ്ങരുത്. എന്നാൽ സാഹചര്യം മാറിയത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം, പരിശുദ്ധരായ വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തിൽ നിന്ന് മലങ്കര സഭയുടെ ഭൗതിക അധികാരം കൂടെ പാത്രിക്കീസിന് ലഭിക്കത്തക്ക ഉടമ്പടിക്ക് വേണ്ടി ശ്രമിക്കുന്നു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി സമ്മതിക്കുന്നില്ല. 911 ജൂൺ മാസം 8-ാം തീയതി അദ്ദേഹത്തെ മുടക്കി. എന്നാൽ അവിടെയാണ് മുറിമറ്റത്തിൽ ഈവാനിയോസ് തിരുമേനിയുടെ വ്യക്തിത്വം നിഴലിക്കുന്നത്. അദ്ദേഹവും അൽവാറിയോസ് മാർ യൂലിയോസ് തിരുമേനിയും കൂടെ ഒരുമിച്ച് ചേർന്ന് അബ്ദുള്ള പാത്രിക്കീസിന്റെ മുടക്കിനെതിരെ പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം നിൽക്കും. സത്യത്തിൽ ഇന്ന് മലങ്കര സഭയുടെ പ്രതിസന്ധി മാറാൻ ഈ സാഹോദര്യ ബോധ്യം അത് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ഒരു വാക്ക് ഒന്ന് പൊതുവിൽ പറയുകയാണ്. കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല അതിൻ്റെ മുമ്പിലത്തെ വർഷം, 2025 കാതോലിക്ക ദിനത്തിൽ പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് മലങ്കര സഭയുടെ പൗരാണികത, അതിൻ്റെ അടിസ്ഥാനം, ഏകദേശം 84 പള്ളികൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളികൾ പോർച്ചുഗീസുകാരുടെ വരവിൽ മലങ്കര സഭയ്ക്കുണ്ട്. ആർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. 912 കാതോലിക്കറ്റ് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായതല്ല മലങ്കര സഭയിലെ ഭദ്രാസനങ്ങൾക്ക് 150 വർഷത്തിന്റെ വഴക്കമല്ല. ചില അബദ്ധങ്ങൾ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിലുണ്ട്. ചിലർക്കേലും തോന്നിപ്പോകാം. സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം. 1956 റിപ്പബ്ലിക് ആയത്. എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഇന്ത്യ ഇല്ലായിരുന്നു. ഭാരതം അതിനു മുമ്പ് ചരിത്രത്തിൽ ഇല്ലേ? 947 സ്വാതന്ത്ര്യം കിട്ടിയെന്നോർത്ത് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം ഈ മണ്ണിനില്ലേ? ആ ചരിത്രം യഥാർത്ഥത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ 875 ഒരു അന്ത്യോക്യൻ പാത്രിക്കീസ് മലങ്കര സഭയിൽ കാലുകുത്തുന്നത്. അതും പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനി ക്ഷണിച്ച സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നവീകരണ പ്രസ്ഥാനം ശക്തമാകുകയും പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യൂസ് തിരുമേനി മലങ്കര മെത്രാപ്പോലീത്തായി രാജവിളംബരം സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയെ വിളിച്ചു വരുത്തുന്നത്. ക്രമീകരണങ്ങളിൽ അദ്ദേഹം നൽകിയ നേതൃത്വത്തിൽ അതിനോട് മുഖം പിന്തിരിക്കുവാൻ മലങ്കര സഭയ്ക്ക് സാധിക്കത്തില്ല. ചരിത്രം പഠിക്കുന്നവർ അതിനെ അനുകൂലിക്കും. എന്നാൽ രണ്ടാമത്തെ ഭാഗം, അന്നു മുതൽ വാഴിച്ച മെത്രാച്ചന്മാരെ കൊണ്ടും ചെന്ന പള്ളികളെ കൊണ്ട് ഉടമ്പടി എഴുതി വാങ്ങിച്ചു. ആ ഉടമ്പടിയാണ് പുതുപ്പള്ളിപ്പള്ളിയിൽ കാതോലിക്ക ദിന പ്രസംഗം കഴിഞ്ഞ് ആ ഉടമ്പടിയാണ് പുതുപ്പള്ളിപ്പള്ളി അല്ലെങ്കിൽ ഓരോ പള്ളികളെ എടുത്തു പറഞ്ഞിട്ട് ഇത് പാത്രിക്കീസിന് കീഴിലാന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 1000 വർഷങ്ങൾക്കപ്പുറം സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയുടെ പള്ളികൾ 1875 വരുന്ന ഒരാൾക്ക് എങ്ങനെ അതിൻ്റെ ഭൗതിക അധികാരം കിട്ടും? രണ്ടാമത്, ഈ ഹിസ്റ്ററി പഠിക്കുന്നവർ, ഹിസ്റ്ററിക്ക് ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജിയാണ് ഹിസ്റ്ററിയോഗ്രാഫി എന്ന് പറയും. ഹിസ്റ്ററിയോഗ്രാഫി അനുസരിച്ച് ഓരോ സംഭവത്തെയും വിശകലനം ചെയ്യണം. എൻ്റെ വീട്
എൻ്റെ അധികാരത്തിൽ 2026 ഇരിക്കുന്ന എൻ്റെ വീട് അല്പം കൂടെ ശക്തനും സ്വാധീനമുള്ള ഒരാൾ വന്ന് എൻ്റെ വീട് അങ്ങേരുടേതാണെന്ന് എഴുതി വാങ്ങിച്ചാൽ സ്വാഭാവിക ബോധമുള്ളവന് മനസ്സിലാകും 2026 വർഗീസച്ചൻ്റെ വീട് എഴുതി ഉടമ്പടി കൊണ്ട് എഴുതി വാങ്ങിക്കുന്നത് വരെയെങ്കിലും അത് അങ്ങേരുടെ അല്ലായിരുന്നു. പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവായും അബ്ദുള്ള പാത്രിക്കീസ് ബാവായും മലങ്കരയിലെ പള്ളികളിൽ ചെന്ന് ഉടമ്പടി എഴുതി വാങ്ങിച്ചത് അവരുടെ സ്വത്തായിരുന്നുവെങ്കിൽ ഉടമ്പടിക്ക് എന്താണ് പ്രസക്തി? ആ ഒരു സംഭവം തന്നെ, ഉടമ്പടി എന്ന ഒരു സംഭവം തന്നെ വ്യക്തമാക്കുന്നു മലങ്കര സഭയിലെ പള്ളികൾ അത് മറ്റാരുടേതുമല്ല. അവരുടേതാണെങ്കിൽ ഉടമ്പടി എഴുതി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യമില്ല. അതുപോലെ തന്നെ ഉടമ്പടി എഴുതി വാങ്ങിച്ച പള്ളികളിൽ ബഹുഭൂരിപക്ഷവും പൊതുയോഗം അറിഞ്ഞും അന്നത്തെ വികാരി അറിഞ്ഞും അല്ല, എല്ലാറ്റിലുമുപരി മലങ്കര സഭയുടെ കേസുകളിൽ ഈ ഉടമ്പടിക്ക് പുല്ലുവിലയുമില്ല എന്ന് നിയമവിദഗ്ധരും കോടതിയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ്. അവിടെയാണ് മലങ്കര സഭയുടെ ചരിത്രം. ആ ചരിത്രത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി യഥാർത്ഥത്തിൽ ഈവാനിയോസ് തിരുമേനി, പൗലൂസ് പ്രഥമൻ തിരുമേനി എത്ര ശക്തമായി നിലകൊണ്ടു. ഇന്ന് നമ്മൾ സത്യത്തിൽ വലിയ പ്രതിസന്ധി ഒന്നുമില്ല, എന്നെ പ്രതിസന്ധിയാണ് നമുക്ക്. എന്നാൽ ആ കാലഘട്ടം ഓർക്കണം. 876 മുളന്തുരുത്തി സുന്നകദോസിന്റെ സ്വാധീനം നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ മുമ്പിൽ ഈ മിഡിൽ ഈസ്റ്റിൽ വരുന്ന മെത്രാച്ചന്മാരെ കണ്ടു കഴിയുമ്പം പറുദീസയിലെ പഴം തിന്നവരാണെന്നുള്ള മിഥ്യാബോധം ഇതെല്ലാം കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന കാലഘട്ടത്തിലാണ് നസ്രാണി പൗരുഷത്തിന്റെ പ്രതീകമായി ഒന്നാം കാതോലിക്ക സ്ഥാനം സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായതും മലങ്കര സഭയെ ശുശ്രൂഷിച്ചതും. കണ്ടനാട് ഭദ്രാസനത്തിന്റെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മലങ്കര സഭയുടെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറടക്കം, കടവൽമാർ അത്താനാസ്യോസ് തിരുമേനിയുടെ കബറടക്കം, ഇതിനൊക്കെ നേതൃത്വം നൽകി 40-ാം അടിയന്തരം അതിനൊക്കെ നേതൃത്വം നൽകിയത് പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ തിരുമേനിയാണ്. സഹോദരങ്ങളെ, തിരുമേനിയുടെ ശ്രേഷ്ഠത സത്യത്തിൽ ഈ കോട്ടയംകാർക്ക് തിരുമേനിയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. ഇന്ന് ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് തിരുമേനിയും ഞാൻ ഇവിടെ പലപ്പോഴും വന്നിരിക്കുന്നത് വന്യനായ PC യോഹന്നാൻ റമ്പാച്ചൻ ഈ മെയ് മാസത്തിൽ ഒരു ദിവസം ഇവിടെ വന്ന് വിശുദ്ധ കുർബാന നിർബന്ധം ചൊല്ലിയിരിക്കും. അങ്ങനെ ചൊല്ലുന്നതിനൊരു കാരണമുണ്ട്. കോട്ടയം ഭദ്രാസനത്തിൽ ചുരുക്കകാലമെങ്കിലും ഈവാനിയോസ് തിരുമേനി മെത്രാപ്പൊലീത്തായിരുന്നു. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പട്ടംകുട ശുശ്രൂഷകളിൽ തിരുമേനിയുടെ സാന്നിധ്യവും പ്രത്യേക കാർമ്മികത്വവും വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തിരുമേനിയോടുള്ള ബന്ധം അത് ഏറ്റവും അധികം പാവനമായി കാത്തു സൂക്ഷിച്ചിരുന്നു. സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായി പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ ബാവാ തിരുമേനിയിൽ നിലകൊള്ളുന്നത് ഞാൻ മോശയുടെ മുഖം പ്രകാശിച്ചു, മോശയുടെ മുഖത്തെ മൂടുപടം യഥാർത്ഥത്തിൽ ആ മോശയുടെ മുഖത്തെ പ്രഭയാണ്, തേജസ്സാണ് പാലും തേനും ഒഴുകുന്ന വിശാലവും സുന്ദരവുമായ കനാൻ നാട്ടിലേക്ക് ജനതയെ കൊണ്ടുവന്നത്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലൂസ് മോശയുടെ എബ്രായ ചരിത്രത്തിൻ്റെ നെടുന്തൂണായ ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മോശ മരിക്കുമ്പോൾ അവന് വയസ്സ് 120. അവൻ്റെ കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ മലങ്കര നസ്രാണികളുടെ അഭിമാനമാണ്, മലങ്കര നസ്രാണികളുടെ നേതൃത്വത്തിന്റെ നെടുന്തൂണാണ് പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ കാതോലിക്ക ബാവ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ കണ്ണ് മങ്ങുകയില്ല, ദേഹബലം ക്ഷയിക്കത്തില്ല. എന്താന്നോ കാരണം? പ്രവാചകനായ മോശയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പിതാക്കന്മാർ, പ്രത്യേകിച്ച് സെറൂഗിലെ യാക്കോബ് പറയുന്നത്, ആ കണ്ണ് കണ്ടത് എത്ര മനോഹരമായ ശോഭയാണ്. ഹെറോബ് പർവ്വതത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് മോശ കണ്ടു. അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത് ചെന്നപ്പോഴാണ് മോശയ്ക്ക് മനസ്സിലായത് ഇതൊരനധി സാധാരണ കാഴ്ചയാണ്. സാധാരണ മുൾമരം കത്തിയാൽ അത് വെന്തുപോകും.
എന്നാൽ കത്തുന്നുവെങ്കിലും വെന്തുപോകാത്ത മുൾമരം. ബേണിംഗ് ബുഷ്, കത്തുന്നുവെങ്കിലും വെന്തുപോകാത്ത മുൾമരം. അവിടെയാണ് പിതാവായ മോശ ഒരു ചോദ്യം ചോദിക്കുന്നു, നീ ആരാണ്? അതിനു മുൻപ് പറയുന്നു, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളക. അവിടെ മോശ ചോദിക്കുന്നു, നീ ആരാണ്? മറുപടി എത്ര മനോഹരം! ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അബ്രഹാമിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പിന്നെ ഒന്നും മോശ ചോദിച്ചില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ആ കണ്ണു മങ്ങാത്തതിൻ്റെ കാരണം, ദേഹബലം ക്ഷയിക്കാത്തതിൻ്റെ കാരണം, കാണേണ്ടത് കണ്ടവനാണ് സത്യത്തിൽ പ്രവാചകനായ മോശ. മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്ക ഒട്ടും തന്നെ അതിശയോക്തിയില്ല. യഥാർത്ഥത്തിൽ ദൈവമുഖം കണ്ട മലങ്കരയുടെ മോശയാണ്. ദൈവമുഖം കണ്ട, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ച, ദൈവത്തിൻ്റെ കരം തൊട്ട മലങ്കര സഭയുടെ മോശയാണ് പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ ബാവ തിരുമേനി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാലപ്പള്ളിയിൽ പൗലൂസ് അച്ഛൻ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ആയിരുന്നു. ഒന്നാം കാതോലിക്ക പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ തിരുമേനി രോഗാതുരനായി പഴയ സെമിനാരിയിൽ കഴിഞ്ഞുകൂടുന്നു. അദ്ദേഹത്തിന് വടക്കോട്ട് പോരണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ വടക്ക് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ഇവരിൽ നിന്നെല്ലാം പ്രയാസങ്ങളാണ്. അപ്പോഴാണ് പാലപ്പള്ളിയിൽ പൗലൂസ് അച്ഛൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ഇസഡം പാറാട്ടും മലങ്കര സഭയുടെ ചരിത്രകാരന്മാരൊക്കെ എത്രയോ ഹൃദയം തൊട്ടെഴുതി ഈ ഒരു സന്ദർഭം. അങ്ങനെയാണ് ഈ പുണ്യഭൂമിയിൽ പൗലൂസ് പ്രഥമൻ ബാവ വന്ന് ഖബറടങ്ങാനിടയായത്. തിരുമേനിയോടൊപ്പം അച്ഛൻ്റെ സധൈര്യമായ പ്രവർത്തനത്തെയും ഈ അവസരം അനുസ്മരിക്കുന്നു. എന്നാൽ ആ സന്ദർഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു വാക്ക് പറയട്ടെ. തേജസ് കണ്ടു മോശ, ദൈവമഹത്വം കണ്ടു മോശയുടെ ത്വക്ക് പ്രകാശിച്ചു, ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിലൊരു മറുവശമുണ്ട്. തോരാത്ത കണ്ണുനീരും ആ കണ്ണിൽ നിന്നൊഴുകിയിട്ടുണ്ട്. തോരാത്ത കണ്ണുനീരും ആ കണ്ണിൽ നിന്നൊഴുകിയിട്ടുണ്ട്. സ്വന്തം പെങ്ങൾ മിരിയാം, അതുപോലെ തന്നെ കോരഹപുത്രന്മാരും നാഥാനും, ഇങ്ങനെ ഒരു സംഘം മുഴുവൻ, ഇസ്രായേൽ ഗോത്രം മുഴുവൻ മോശയോട് എതിർത്തു. എന്താ കാരണം? മോശയുടെ നീതിബോധം. മോശ ദൈവത്തോട് അടുത്ത് ജീവിച്ചത്, തിന്മകൾക്കും സ്വാധീനങ്ങൾക്കും മോശ വഴങ്ങാത്തത്. അതിൻ്റെ പരിണിത ഫലമായി കുടുംബക്കാരിൽ നിന്നും, തൊട്ടടുത്ത സ്നേഹിതരിൽ നിന്നും, ഒരുമിച്ച് പട്ടമേറ്റവരിൽ നിന്നുമൊക്കെ നല്ലതുപോലെ ഈവാനിയോസ് തിരുമേനിയും പൗലൂസ് പ്രഥമൻ തിരുമേനിയും അനുഭവിച്ചു. അദ്ദേഹം തോരാതെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളും സത്യത്തിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ കണ്ണുനീര് തന്നെയാണ്. സത്യത്തിൽ ഈ സിംഹാസനം ഇന്നും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ എന്തുമാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ ആദ്യം ഒരു ഭരണഘടന 934 ഉണ്ടായത് നമുക്കാണ്. ഈ അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് 988 ഒരു ഭരണഘടന ഉണ്ടായേ. മറ്റോരോ സഭകളെ എടുത്താലും ആദ്യത്തെ ഭരണഘടന നമ്മുടെയാണ്. നമ്മുടെ ഭരണഘടനയിൽ മാത്രമാണ് ഈ മറ്റ് സഭാ മേലധ്യക്ഷന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ മറ്റൊരു ഭരണഘടനയിലും ഇല്ല. അപ്പം നിങ്ങൾ ഓർത്തു നോക്കി, ഈ സിംഹാസനം ഇപ്പോഴും പരിശുദ്ധനായ പൗലൂസ് പ്രഥമൻ തിരുമേനിയുടെ വാക്യത്തിൽ പറയുന്നത് പോലെ ഉമ്മിത്തീയിൽ നീറിക്കൊണ്ടിരിക്കുകയാണ്. അത് പരമാർത്ഥമാണ്. അതിൻ്റെ എല്ലാ വേദനകളും അനുഭവിക്കുന്നത്
യഥാർത്ഥത്തിൽ ഈ സഭയുടെ നേതൃത്വ നിര തന്നെയാണ്. മറ്റുള്ള പലർക്കും, പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഈ വേദനയുടെ തീഷ്ണത അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധനായ പൗലോസ് പ്രഥമൻ തിരുമേനി തേജസ് കണ്ട മനുഷ്യനാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ച വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിലും നീതിബോധങ്ങളിലും ശക്തിയോടെ നിലയുറപ്പുള്ള വ്യക്തിയായിരുന്നു. കണ്ടനാട് ഭദ്രാസനത്തിന്റെ ബഹുമുഖ വളർച്ചയ്ക്ക് വേണ്ടി, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ സഭയുടെ പൊതു വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. എന്നാൽ ഓരോ നിമിഷവും കോലഞ്ചേരി പള്ളിയിലെ കപ്പ്യാർ പ്രശ്നം മുതൽ എന്തെന്ത് വിഷയങ്ങൾ ആ ഹൃദയത്തെ വേദനിപ്പിച്ചു. അവസാനം പാലപ്പള്ളിയിൽ പൗലോസ് അച്ഛനോട് പറഞ്ഞു, എന്നെ പാമ്പാക്കട ചെറിയ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ വിരോധമില്ല, പക്ഷേ പിറമം വഴി കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ കാലെ ആ മണ്ണിൽ മുട്ടരുതേ. അങ്ങനെ എത്രമാത്രം വേദനിച്ചിരുന്ന സഹോദരങ്ങളെ, എത്രമാത്രം തിരസ്കരിക്കപ്പെട്ടിരുന്നു, എത്രമാത്രം വേദനകളും കഷ്ടതകളും അനുഭവിച്ചു. എങ്കിലും ഈ സഭ നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള പിതാക്കന്മാരുടെ കഷ്ടപ്പാടിലാണ്. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് മലങ്കര സഭയ്ക്കുണ്ട്. അതിൻ്റെ കാരണം പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പൈതൃകം തന്നെയാണ്. ആ പിതാവ് എത്രമാത്രം മലങ്കര സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, രക്തസാക്ഷിയായി. ആ രക്തസാക്ഷിത്വത്തിൻ്റെ മഹിമ അതാർക്കും തുടച്ചു കളയുവാൻ സാധിക്കത്തില്ല. പോർട്ടുഗീസുകാർ എത്രയോ ശ്രമിച്ചു, 4-ാം മാർത്തോമായും 5-ാം മാർത്തോമായും ഡച്ചുകാർ എത്രയോ പീഡിപ്പിച്ചു. അതിനുശേഷം അന്ത്യോക്യം പാത്രിക്കീസ് ഒരിക്കലും ഒരു സഭാ മേലധ്യക്ഷനും ചെയ്യാത്ത രീതിയിൽ മലങ്കര മെത്രാപ്പോലീത്തായെ കാരണം കൂടാതെ മുടക്കി. ഇന്നും മലങ്കര സഭ ജീവിക്കുന്നുവെങ്കിൽ, മലങ്കര സഭ അതിൻ്റെ സാക്ഷ്യപാതയിൽ ഉലയാതെ നിലനിൽക്കുന്നുവെങ്കിൽ, അത് മാർത്തോമാ ശ്ലീഹായുടെ മഹനീയ അപ്പോസ്തോലിക പൈതൃകവും 1-ാം കാതോലിക്ക മുതലുള്ള പിതാക്കന്മാരുടെ കഷ്ടപ്പാടും, പ്രത്യേകിച്ച് അർക്കദിയാക്യോന്മാരെ, മാർത്തോമ പിതാക്കന്മാരെ, ദിവന്നാസ്യൂസ് പിതാക്കന്മാരെ, മലങ്കര സഭയിലെ കാതോലിക്കമാർ, അവരുടെ കഷ്ടതകളും വേദനകളും ഈ സഭയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത്രമാത്രം സോഷ്യൽ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടും, ഇത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും മലങ്കര നസ്രാണിക്ക് ഒരു കുലുക്കവുമില്ലാതെ നിലനിൽക്കുന്നുവെങ്കിൽ, അതാണ് മലങ്കര സഭ, അതാണ് മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം. പരിശുദ്ധനായ പൗലോസ് പ്രഥമൻ ബാബ തിരുമേനിയുടെ ശ്രേഷ്ഠ മധ്യസ്ഥത മലങ്കര സഭയ്ക്കും മലങ്കര സഭയുടെ വിശ്വാസ സമൂഹത്തിനും എന്നും കോട്ടയായിരിക്കട്ടെ. ആ പുണ്യപിതാവിനെ സ്വർഗീയ യെരൂശലേമിൽ നല്ല ഓർമ്മ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.